എൻ്റെ ആ പഴയ ചിരി എവിടെയോ നഷ്ടപ്പെട്ടു. എപ്പോഴെങ്കിലും നിങ്ങൾക്കിങ്ങനെ സ്വയം തോന്നിയിട്ടുണ്ടോ? പുറമേ നിന്ന് നോക്കുമ്പോൾ അത്രമേൽ മനോഹരങ്ങളാണ് ഓരോ ജീവിതങ്ങളും. പക്ഷെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങളും മനസ്സ് നിറയെ താങ്ങാൻ കഴിയാത്ത ഭാരവും പേറി എത്ര പേർ മരവിച്ച മനസ്സുമായി നമുക്കിടയിലുണ്ടെന്ന് അധികം ആർക്കും അറിയില്ല. ഒരിക്കൽ പ്രാണനേക്കാൾ സ്നേഹിച്ച മനുഷ്യൻ ഒരു ശത്രുവിനെ പോലെ നിങ്ങളെ കാണുമ്പോൾ ഉള്ളിലെരിയുന്ന കനലിൻ്റെ ചൂട് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. ഒരു വീട്ടിൽ ഒരുമിച്ചുണ്ടായിട്ടും ഒരു വാക്കുപോലും സംസാരിക്കാതെ ഒരു അപരിചിതയെ പോലെ അദ്ദേഹം നിങ്ങളെ കടന്നുപോകും. നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റങ്ങൾ കണ്ടെത്തും. മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കുന്ന അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ മുഖം കടുപ്പിക്കും. മറ്റാരോടൊക്കെയോ ഫോണിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്ന അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള വെറുപ്പാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകും. ഒരു കൂരയ്ക്ക് കീഴെ ഒരുമിച്ചുണ്ടായിട്ടും നിങ്ങൾക്കിടയിൽ മൗനം വേലി കെട്ടി. ആ മൗനത്തിന് മറ്റേതൊരു ആയുധത്തെക്കാളും നിങ്ങളെ മുറിവേൽപ്പിക്കാനുള്ള മൂർച്ചയുണ്ട്. ഒരു യഥാർത്ഥ ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പണമോ സ്വർണമോ അല്ല, വെറുതെയെങ്കിലും ഒരു ചേർത്ത് പിടിക്കൽ, ഞാനില്ലേ കൂടെ എന്നൊരു വാക്ക്, സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, അവളെ മനസ്സിലാക്കാനുള്ള മനസ്സ്. നിങ്ങളുടെ സങ്കടങ്ങളെയെല്ലാം മായ്ച്ചു കളയാൻ ഇത് മാത്രം മതിയായിരുന്നു. പക്ഷേ ദേഷ്യം കൊണ്ടും മൗനം കൊണ്ടും അദ്ദേഹം പ്രതികരിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. പലപ്പോഴും എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന ചോദ്യം നിങ്ങളെ തളർത്തും. മനഃപൂർവ്വമല്ലെങ്കിലും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാറുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ആത്മാഭിമാനം പണയം വയ്ക്കാനല്ല പറയുന്നത്. തകർന്നുപോയ മനോഹരമായ ഒരു ബന്ധത്തെ സ്നേഹത്തിലൂടെയും പക്വതയിലൂടെയും വീണ്ടും തുന്നിച്ചേർക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ പഴയ പ്രണയവും ബഹുമാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പലതിനും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പെയ്തു തോരാത്ത മഴയോ മാഞ്ഞു പോകാത്ത ഇരുട്ടോ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഈ കറുത്ത രാത്രിയും അവസാനിക്കും. ബന്ധങ്ങൾ മുറിച്ചു മാറ്റാൻ എളുപ്പമാണ്, പക്ഷേ കൂട്ടിയിണക്കാൻ അത്രത്തോളം എളുപ്പമല്ല. വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് തോൽവിയല്ല, മറിച്ച് ആ ബന്ധത്തെ നിങ്ങൾ എത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ വാല്യൂ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ആദ്യം നിർത്തേണ്ടത് അതാണ്. അദ്ദേഹം മിണ്ടാതിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടും പരാതി പറഞ്ഞുകൊണ്ടും നിങ്ങൾ പിറകെ നടക്കും. ഒന്ന് സ്നേഹിച്ചുകൂടെ, എന്നോടെന്താ ഇങ്ങനെ, ഒന്ന് സംസാരിച്ചുകൂടെ, ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കും. സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് സ്വയം തോന്നേണ്ടതാണ്. നിങ്ങൾ എത്രത്തോളം പാവം ആകുന്നുവോ അത്രത്തോളം അദ്ദേഹം നിങ്ങളെ അവഗണിക്കും. രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ നോക്കി ജീവിക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനത്തെ നശിപ്പിക്കും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വെറുമൊരു നിഴലല്ല. നിങ്ങൾക്ക് സ്വന്തമായി ഇഷ്ടങ്ങളുണ്ട്, കഴിവുകളുണ്ട്. അദ്ദേഹം വീട്ടിലില്ലാത്തപ്പോഴോ നിങ്ങളോട് സംസാരിക്കാത്തപ്പോഴോ സങ്കടപ്പെട്ട് മൂലയിലിരിക്കാതെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടണം. പാട്ട് കേൾക്കാം, പുസ്തകം വായിക്കാം, പ്രിയപ്പെട്ടവരോട് സംസാരിക്കാം. തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾ ഹാപ്പിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. നമ്മുടെ പിന്നാലെ വരുന്നവരെക്കാൾ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരോടാണ് നമുക്ക് ബഹുമാനം തോന്നുക. നിങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും മുറുകെ പിടിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ടു പോകുമ്പോൾ
എൻ്റെ ഭാര്യ ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ എന്നൊരു ചിന്ത സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാകും. ഇത് തന്നെയാണ് നിങ്ങളോടുള്ള സ്നേഹത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ഒരു വീടിൻ്റെ ഐശ്വര്യം ആ വീട്ടിലെ സ്ത്രീയുടെ ചിരിയാണ്. അടുക്കളയിലെ കാര്യങ്ങൾക്കിടയിലും കുട്ടികളുടെ കാര്യങ്ങൾക്കിടയിലും നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കാൻ പോലും നിങ്ങൾക്ക് സമയം കിട്ടാറില്ല. ആദ്യം ഈ അവഗണന നിർത്തണം. നിങ്ങൾക്കായി ഒരല്പസമയം മാറ്റിവെക്കണം. നല്ല വസ്ത്രം ധരിക്കുന്നതും വൃത്തിയായിട്ടിരിക്കുന്നതും അദ്ദേഹത്തെ കാണിക്കാനല്ല, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. എന്നും ഒരേപോലെ പോവാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെറിയ ഹോബികൾ കണ്ടെത്താനും ശ്രമിക്കാം. ബിസിയായിരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ലോകം മുഴുവനും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ വിചാരിക്കും മിണ്ടാതിരുന്നാൽ പ്രശ്നം തീരും എന്ന്. പക്ഷേ ആ മൗനം നിങ്ങൾക്കിടയിൽ ഒരു മതിലായി വളരും. ദേഷ്യം വരുമ്പോൾ ബഹളം വയ്ക്കുന്നതും പഴയ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഈഗോയെ വർദ്ധിപ്പിക്കും. ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോഴോ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴോ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിക്കും. ഒരു പ്രാവശ്യം സംസാരിച്ചു എന്ന് കരുതി ഒന്നും മാറില്ല. തൻ്റെ തെറ്റ് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത് മാറാനുള്ള സമയം അദ്ദേഹത്തിന് നൽകുക. യുദ്ധം ജയിക്കാൻ ആയുധം വേണം. ഹൃദയം ജയിക്കാൻ സ്നേഹം നിറഞ്ഞ വാക്ക് മാത്രം മതി. ജീവിതം പൊരുതി ജയിക്കാനുള്ളതാണ്. നിങ്ങൾ മാറാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങളുടെ ലോകം മാറൂ. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു വീഴാനല്ല, മറിച്ച് അതിനെ അതിജീവിച്ച് മുന്നേറാനാണ് പഠിക്കേണ്ടത്. ബന്ധത്തിലെ വിള്ളലുകൾ കണ്ട് പേടിച്ച് പിന്മാറരുത്. ഒരു പുരുഷന്റെ മൗനം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിങ്ങളുടെ ചിരിയും സ്വപ്നങ്ങളും. അദ്ദേഹം മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ ലോകം നിശ്ചലമാകരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും ചിറക് നൽകാൻ അദ്ദേഹത്തിൻ്റെ മൗനം ഒരു തടസ്സമാകാൻ നിങ്ങൾ അനുവദിക്കരുത്. നമ്മൾ മറ്റുള്ളവരിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവളും ശാന്തയും ആയി മാറുമ്പോൾ സാഹചര്യങ്ങൾ തനിയെ മാറാൻ തുടങ്ങും. 4 ചുവരുകൾക്ക് പുറത്ത് വലിയൊരു ലോകമുണ്ട്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന സന്തോഷങ്ങളുണ്ട്. ഒരു ബന്ധത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ആത്മാവിനെ തളച്ചിടരുത്. സ്നേഹത്തോടെ പക്വതയോടെ ജീവിതത്തെ നേരിടാം. വിശ്വാസമാണ് ജീവിതം. തകർന്നു പോയ ഒരു ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുക അത്രയ്ക്ക് എളുപ്പമല്ല, പക്ഷെ അസാധ്യമല്ല. ഇന്നത്തെ മൗനം നാളത്തെ അതിമനോഹരമായ സംഭാഷണമായി മാറും എന്ന് വിശ്വസിക്കുക. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും അവഗണനകളും ഒരു അടയാളമായി നിങ്ങളുടെ ബന്ധത്തിൽ അവശേഷിച്ചേക്കാം. പക്ഷേ ആ അടയാളങ്ങളെ സ്നേഹം കൊണ്ട് മായ്ച്ചു കളയാൻ നിങ്ങൾക്ക് സാധിക്കും. വിശ്വാസത്തോടെ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക.